യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ഭാഗങ്ങൾ നമുക്ക് ധ്യാനിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. ഇരുവായത്തിലുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയുള്ളതും ആത്മാവിനെയും പ്രാണനെയും സന്ധി മജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ച് ചെല്ലുന്നതാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ദൈവവചനം കേൾക്കേണ്ടത്? കാരണം ദൈവവചനം ജീവനും ചൈതന്യവും ഉള്ളതാണ്. അത് നമ്മളുടെ ശരീരങ്ങളെയും മനസ്സിനെയും ആത്മാവിനെയും സ്പർശിക്കത്തക്കവണ്ണം, അതേ രൂപാന്തരപ്പെടുത്തും വണ്ണം അത് പ്രവർത്തിക്കുന്നു. പക്ഷേ നമ്മൾ ദൈവവചനം കേൾക്കുന്നതിലൂടെയാണ് അത് നമ്മളിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരായ പ്രിയമുള്ളവരെ, ഈ വചനഭാഗങ്ങൾ ഓരോന്നും നമ്മൾ കേൾക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരത്തിന് കാരണമായി തീരുമെന്ന് നമ്മൾ അറിയണം. വചനം കേൾക്കുക മാത്രമല്ല, വചനം നമ്മൾ സ്വീകരിച്ച് അതിനെ നമ്മൾ വിശ്വസിച്ച് അതേ ആ വിശ്വാസത്തിലൂടെയുള്ള പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴാണ് ആ വചനത്തിൻ്റെ ശക്തി നമ്മളിൽ വ്യാപരിക്കാൻ തുടങ്ങുന്നത്. ഒരു വിത്ത് നിലത്ത് വീഴുന്നത് പോലെ, അതിൻ്റെ ഉള്ളിലെ ജീവൻ പുറത്തു വരുന്നത് പോലെ, ദൈവവചനമാകുന്ന ആ വിത്തിൻ്റെ ജീവൻ നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും വളരെ ഫലമുളവാക്കുവാൻ ഇടയായിത്തീരും. നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നാണല്ലോ ഈ ദിവസങ്ങളൊക്കെ ചിന്തിക്കുന്നത്. പ്രത്യേകിച്ച് പഴയ നിയമ പുസ്തകങ്ങളിൽ നിന്നും അതേ വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്നതായ അബ്രഹാമും തൻ്റെ ദൈവമായ യഹോവയുമായിട്ടുള്ള ആ ബന്ധത്തെക്കുറിച്ചാണ് നമ്മൾ പ്രധാനമായും ചിന്തിക്കുന്നത്. അതിലൂടെ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? നമ്മളോടുള്ള ബന്ധത്തിലും ദൈവം അങ്ങനെ തന്നെ ആയിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ നമുക്ക് ദൈവത്തിൻ്റെ സ്വഭാവത്തെയും ദൈവത്തിൻ്റെ പ്രകൃതത്തെയും, ദൈവം നമ്മളോട് കാണിക്കുന്നതായ വിശ്വസ്തത, അവൻ്റെ സ്നേഹം, അവൻ്റെ വാഗ്ദത്തങ്ങൾ, ഇവയെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അബ്രഹാമിനോട് ദൈവം ഇടപെട്ടതുപോലെ തന്നെയാണ് ദൈവം നമ്മോടും ഇടപെടുവാൻ ആഗ്രഹിക്കുന്നത്. അബ്രഹാം ഒരു മാതൃകയായി നമ്മുടെ മുമ്പാകെ നിൽക്കുന്നു. അതെ, അബ്രഹാമിൽ നിന്നും നമുക്ക് ധാരാളം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ അബ്രഹാമിൻ്റെ ദൈവത്തെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ ആ പരിജ്ഞാനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനും സാധിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പ്രധാനമായി ചിന്തിച്ചത് അബ്രഹാമും തൻ്റെ സഹോദരപുത്രനായ ലോത്തും അവർ തമ്മിൽ പിരിയേണ്ടതായ ഒരു സാഹചര്യം ജീവിതത്തിൽ കടന്നു വന്നു. അബ്രഹാമിന് ലോത്തിനോട് യാതൊരു പിണക്കവുമില്ല, യാതൊരു വിധമായ പ്രശ്നങ്ങളും അവർ തമ്മിലില്ല. എന്നാൽ അവർ പിരിഞ്ഞു പോകേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം അവിടെ സംഭവിക്കുമ്പോൾ അവിടെയെല്ലാം തന്നെ ദൈവത്തിൻ്റെ ഹിതം അബ്രഹാമിൽ നിറവേറുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് നമ്മെ പഠിപ്പിക്കുന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസം റോമാലേഖനം 8-ാം അധ്യായത്തിൽ നിന്ന് വായിച്ചതുപോലെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഏറ്റവും പ്രിയമുള്ളവർ, നമ്മൾ സ്നേഹിക്കുന്നവരായ ആളുകൾ, ഒരുപക്ഷെ നമ്മൾ സഹായിക്കുന്നവരായ ആളുകൾ അല്ല, നമ്മെ സഹായിക്കുന്നവരായ ആളുകൾ നമ്മെ വിട്ടു പിരിയുമ്പോൾ അതിൻ്റെ നടുവിൽ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരാൾ പോലും പകച്ചു പോകരുത്. അപ്രതീക്ഷിതമെന്ന് നമ്മൾ കരുതുന്നതായ സാഹചര്യങ്ങളിൽ പോലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ദൈവം നമ്മളോടുകൂടെ ഉണ്ടെങ്കിൽ, ദൈവം നമ്മെ അറിയുന്നെങ്കിൽ, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ ആ സംഭവങ്ങളെല്ലാം തന്നെ നന്മയ്ക്കായി നമ്മുടെ ജീവിതത്തിൽ വ്യാപരിപ്പാനിടയായിത്തീരും. നമ്മൾ അടുത്ത അധ്യായങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ, പ്രത്യേകിച്ച് 14-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു വലിയ പ്രശ്നം അവിടെ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. 5 രാജാക്കന്മാരുടെ ഒരു കൂട്ടം, ഒരു സഖ്യം, 4 രാജാക്കന്മാരുടെ സഖ്യവുമായിട്ടുള്ള ആ യുദ്ധത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. 4 രാജാക്കന്മാർ 5 രാജാക്കന്മാരെ തോൽപ്പിച്ചു. ആ 4 രാജാക്കന്മാരുടെ ആ സഖ്യത സൊദോമിൽ വന്ന് ലോത്തിനെയും അവൻ്റെ പെൺമക്കളെയും, അവനുള്ള സർവ്വ സമ്പത്തിനെയും തൻ്റെ ദാസന്മാരെയും ദാസിമാരൊക്കെ അപഹരിച്ചുകൊണ്ടുപോയി. ഈ വാർത്ത അബ്രഹാം കേട്ടപ്പോൾ അബ്രഹാം തൻ്റെ ഭവനത്തിൽ താൻ പരിശീലിപ്പിക്കുന്നതായ ഏതാണ്ട് 318 അഭ്യാസികളെ കൂട്ടിക്കൊണ്ട് ഈ 4 രാജാക്കന്മാരുടെ എതിരെ ചെല്ലുകയും അവരെ തോൽപ്പിച്ച് അബ്രഹാം തൻ്റെ സഹോദരനെയും അവൻ്റെ കുടുംബത്തെയും തനിക്കുള്ള സമ്പത്തിനെല്ലാം വീണ്ടെടുത്ത് അബ്രഹാം മടങ്ങി വരുന്നു. ആ മടങ്ങി വരുമ്പോൾ ശാലേം രാജാവ് എന്നറിയപ്പെടുന്നതായ മൽക്കിസദേക്ക് എന്ന ഒരു ബൈബിൾ പുരുഷനെ അവിടെ വെച്ച് അബ്രഹാം കാണുന്നു. അവൻ്റെ കാൽക്കൽ വീണ് അവനെ നമസ്കരിച്ചിട്ട് താൻ നേടിയതിൻ്റെ ഒക്കെയും ദശാംശം അവൻ്റെ കാലിൽ വെക്കുകയും അവൻ പിന്നീട് അവനെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ സൊദോമിലെ രാജാവ് വന്ന് അബ്രഹാമിന് സമ്പത്ത് കൊടുക്കുവാൻ വേണ്ടി ഭാവിച്ചപ്പോൾ അബ്രഹാം പറഞ്ഞു, നീ എന്നെ സമ്പന്നനാക്കി എന്ന്
പറയാതിരിക്കുവാൻ അതെ എനിക്ക് നിന്റെ അനുഗ്രഹം വേണ്ട, എന്നെ വാസ്തവമായിട്ടും അനുഗ്രഹിക്കുന്നത് ദൈവമാണ് എന്നുള്ള ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് ആണ് അവിടെ അബ്രഹാം ആ രാജാവിന് മുമ്പാകെ വിളംബരം ചെയ്യുവാനിടയായി തീർന്നത്. നോക്കൂ, അബ്രഹാമിന്റെ ജീവിതത്തിലെ വലിയ പ്രത്യേകത തൻ്റെ മുമ്പിൽ കടന്നു വരുന്നതായ ആ സാമ്പത്തിക ഓഫറുകളെ, ആ വലിയ നന്മകളെ, ആ സമ്പത്തുകളെ അവൻ സന്തോഷപൂർവ്വം നിരസിക്കുന്നു. എന്തുകൊണ്ട്? ദൈവം തന്നെ അനുഗ്രഹിക്കാമെന്നുള്ള വാഗ്ദത്തം അവന് ലഭിച്ചിരുന്നതുകൊണ്ട്. അതെ, ദൈവമാണ് തന്നെ സമ്പന്നനാക്കുന്നത്, അല്ലാതെ സോദോം രാജാവല്ല. അഥവാ സോദോം രാജാവിൻ്റെ ഈ ഗിഫ്റ്റുകൾ അബ്രഹാം വാങ്ങിയിരുന്നെങ്കിൽ അന്ന് അവിടെയുള്ള ആളുകൾ പറഞ്ഞേനെ, സോദോം രാജാവ് നിമിത്തമാണ് അബ്രഹാം സമ്പന്നനായത്. പക്ഷെ ആ മഹത്വം ദൈവത്തിൽ നിന്നും ഒരിക്കലും എടുക്കുവാൻ അതെ അബ്രഹാം ആഗ്രഹിക്കുന്നില്ല. പിന്നീട് ദൈവം അബ്രഹാമിനെ എൻ്റെ സ്നേഹിതനായ അബ്രഹാമെ എന്ന് വിളിച്ചെങ്കിൽ പോലും ഞാൻ ഒരു കാര്യത്തിൽ ഉറപ്പ് പറയുന്നു, ഈ സമയത്ത് ദൈവം അബ്രഹാമിനെ കാണുന്നത് തൻ്റെ സ്നേഹിതനായിട്ടാണ്. കാരണം ദൈവത്തെ സ്നേഹിക്കുന്നവനായ അബ്രഹാമിനെ ദൈവം തിരിച്ചും സ്നേഹിക്കുന്നു. അതേപോലെ തന്നെ ജീവിതത്തിൻ്റെ ഓരോരോ അനുഭവങ്ങളിലും താൻ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നുവെന്നും ദൈവത്തെ താൻ ആഴമായി സ്നേഹിക്കുന്നു എന്നുള്ള കാര്യവും അബ്രഹാം തൻ്റെ പ്രവൃത്തിയിലൂടെ പ്രസിദ്ധമാക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതാണ് സംഭവിക്കേണ്ടത്. അതെ, ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നു എന്നുള്ളത് നമ്മുടെ പ്രവൃത്തിയിലൂടെയാണ് നമ്മൾ ദൈവത്തെ വെളിപ്പെടുത്തേണ്ടത്. അപ്പോൾ തന്നെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അബ്രഹാമും ദൈവവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അതെ ഒരു സ്നേഹിത ബന്ധമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്യം ഈ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യമാണ്. നമ്മളിപ്പോൾ പറയപ്പെട്ടതായ ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായി. ഞാൻ ദൈവം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അടുത്ത ദിവസം ചിന്തിക്കുന്നതാണ്. എന്നാൽ ദൈവം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായി എന്നുള്ളത് നമ്മളിവിടെ പ്രധാനമായും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ നിങ്ങളോടൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഓരോരോ നിർണായകമായ സന്ദർഭങ്ങൾ വരുമ്പോഴും ഒന്നുകിൽ അബ്രഹാം ദൈവത്തിന് മുമ്പാകെ ഒരു യാഗപീഠം പണിത് അവിടെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുകയും തൻ്റെ അനുദിന ജീവിതത്തിലെ പാപവശങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുകയും അതേ ദൈവത്തെ ആരാധിക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ ഭാഗമായാണല്ലോ അബ്രഹാം ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും യാഗപീഠം പണിയുന്നത്. ഇനി മറ്റ് ചില സന്ദർഭങ്ങളിൽ അബ്രഹാമിന് ദൈവം കൂടെ കൂടെ പ്രത്യക്ഷനായിട്ട് അതേ ദൈവം തൻ്റെ അനുഗ്രഹങ്ങളെ അബ്രഹാമിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. നോക്കൂ, ഇതാണ് നാമും ദൈവവുമായിട്ടുള്ള ആ ബന്ധത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ. ഒന്നാമതായിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് മുമ്പാകെ ക്രമീകരിക്കുകയും അതേ നമ്മെ തന്നെ ദൈവരങ്ങളിലേക്ക് സമർപ്പിക്കുകയും അതേ നമ്മൾ ദൈവത്തിന് മുമ്പാകെ ആരാധിക്കുകയും ചെയ്യുന്നതായ ഒരു അനുഭവം. രണ്ടാമതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദൈവം നമ്മളോട് തൻ്റെ വചനങ്ങളെ ആവർത്തിച്ച് പറയുന്നതായ അനുഭവങ്ങൾ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സംഭവിക്കുന്നെങ്കിൽ അതിനർത്ഥം ദൈവവും നാമും തമ്മിൽ ഒരു ബന്ധത്തിലാണ്, സ്നേഹബന്ധത്തിലാണ്. ദൈവം ഈ ഭൂമിയിൽ നാമും ദൈവം ചേർന്നുള്ള ഒരു പങ്കാളിത്ത പ്രവൃത്തിയിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അപ്രകാരമുള്ള ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? അതേ, ദൈവത്തോട് ചേർന്നുള്ള ഒരു പങ്കാളിത്ത പ്രവർത്തനം. ഇവിടെ ദൈവവും അബ്രഹാമും തമ്മിലുള്ള അങ്ങനെയുള്ളൊരു പ്രവൃത്തിയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നോക്കൂ, എന്താണ് ദൈവം അബ്രഹാമും കൂടി ചെയ്യുന്നത്? അതേ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെല്ലാം നമ്മൾ കാണുന്ന പോലെ ദൈവം അബ്രഹാമിനെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതേ അബ്രഹാമിനെ ഒരു ജാതിയാക്കണം, ഒരു രാഷ്ട്രമാക്കണം. അതേപോലെ തന്നെ അബ്രഹാമിനെ വരും തലമുറയ്ക്ക് ഒരു അനുഗ്രഹമാക്കണം. അവരിൽ ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദൈവവും അബ്രഹാമും തമ്മിലുള്ള ആ പങ്കാളിത്ത പ്രവൃത്തി നമുക്ക് അവിടെയെല്ലാം ദർശിക്കുവാൻ സാധിക്കും. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ദൈവവും നാമും തമ്മിലുള്ള ഒരു പങ്കാളിത്ത പ്രവൃത്തി അതേ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നോക്കൂ, എനിക്ക് എൻ്റെതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിക്കുക എന്നുള്ളതല്ല ദൈവം എന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന കാര്യം. മറിച്ച് ഞാൻ ദൈവത്തോടുകൂടെ ചേർന്ന് അതേ ദൈവവും ഞാനും തമ്മിൽ ഉള്ളതായ ആ പങ്കാളിത്തത്തിൽ അതേ ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തി, ദൈവത്തിൻ്റെ മഹത്വം ദേശത്ത് വെളിപ്പെടണമെന്ന് ദൈവം അതുകൊണ്ട് ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെല്ലാവരെയും ഞാൻ ഇന്ന് ദൈവവചനത്തിലൂടെ ആഹ്വാനം ചെയ്യുകയാണ്.
അതെ, നിങ്ങളും ദൈവം തമ്മിലുള്ള ആ പങ്കാളിത്ത പ്രവൃത്തിയിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകണം. അബ്രഹാമിനെ പോലെ ദൈവത്തിൻ്റെ സ്നേഹിതനാകണം, ദൈവത്തെ സ്നേഹിക്കണം, അതേപോലെ തന്നെ ദൈവത്തെ വിശ്വസിക്കണം, അതേപോലെ തന്നെ ദൈവത്തെ അനുസരിക്കണം. അങ്ങനെയുള്ള ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദൈവം നമ്മളോട് സംസാരിക്കുന്നവനാണ്. അടുത്ത ദിവസം ദൈവം അവനോട് സംസാരിച്ചതായ വിധം, എന്താണ് ദൈവം ഉദ്ദേശിച്ചത് എന്നിത്യാദി കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതാണ്. പക്ഷെ അതിനു മുമ്പായി നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്കൊന്ന് സമർപ്പിക്കാം. അതേ, നമ്മുടെ യാഗപീഠത്തിങ്കൽ കടന്നു വന്ന്, ദൈവമേ, എൻ്റെ കുറവുകളെ, എൻ്റെ പാപങ്ങളെ അങ്ങ് ക്ഷമിക്കണമേ. അങ്ങ് എന്നെ നയിക്കുന്നതിലൂടെ എനിക്ക് പോകാൻ കഴിയാഞ്ഞതായ അവസരങ്ങളുണ്ട്, അവസ്ഥകളുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം എന്നെ വിടുവിക്കണമെന്ന് നമുക്ക് ദൈവത്തോട് ക്ഷമയോടുകൂടെ യാചിക്കാൻ കഴിയുമാറാകട്ടെ. നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാൻ കഴിയുമാറാകട്ടെ. എൻ്റെ പ്രിഫറൻസുകളല്ല എനിക്ക് വേണ്ടത്, എൻ്റെ മുൻഗണനകളല്ല എനിക്ക് വളരെ പ്രധാനം, മറിച്ച് ദൈവം നിശ്ചയിക്കുന്നതായ മുൻഗണനകളാണ് എൻ്റെ ജീവിതത്തിൻ്റെ പ്രധാനം എന്ന് പറയുന്നത്. അതാണ് യഥാർത്ഥത്തിൽ ഉള്ള യാഗം എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ ദൈവത്തെ ആരാധിക്കണം. ദൈവത്തിന് സകലവിധമായ മഹത്വം കൊടുത്ത് നമ്മളായിരിക്കുമെങ്കിൽ, യെസ്, നമ്മളും അബ്രഹാമിനെ പോലെ ദൈവത്തോട് ചേർന്നുള്ള ഒരു പങ്കാളിത്ത പ്രവൃത്തിയിലാണെന്നൊരു കാര്യം നമ്മൾ മറന്നു പോകരുത്. അതിനുവേണ്ടി നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാൻ കഴിയട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ദൈവത്തോട് ചേർന്നുള്ള ആ പങ്കാളിത്ത പ്രവൃത്തിക്കായി ഞങ്ങൾ ഒരുക്കപ്പെടുവാൻ, കർത്താവെ, അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനാണ് എന്നുള്ളതായ ആ ഒരു നിലയിലേക്ക് ഞങ്ങളും അങ്ങയുടെ സ്നേഹിതന്മാരായി തീരുവാൻ, അതേ, അങ്ങയോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് ഈ ഭൂമിയിലായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെ ഞങ്ങളെ അറിയിക്കുക. ആത്മീയമായ കൂട്ടായ്മയ്ക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിന് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.